ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഗുജറാത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ട് വന്നിരിക്കുന്നത്, സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കാണെങ്കിൽ മക്കൾക്ക് ലഞ്ച് ബോക്സിനാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമുക്ക് റെഡിയാക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. എല്ലാ സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു കപ്പ് ഞാനാണെങ്കിൽ ഏതെങ്കിലും മെഷറിംഗ് കപ്പോ കട്ടോരി അളവിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ മെഷറിംഗ് കപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ആ അളവിന് എടുത്തേക്കുന്നത്. ഒരു കപ്പ് കടലമാവ്, അര കപ്പ് അരിപ്പൊടി, പിന്നെ ആണെങ്കിൽ 1/4 കപ്പ് നമുക്കാണെങ്കിൽ റവ എടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് കായപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അത് നമുക്കാണെങ്കിൽ ഒരു 1/2 കപ്പ് തൈര്, ഇച്ചിരി പുളിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരിക്കും. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണല്ലോ എടുത്തേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് വെള്ളം. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. 1/2 കപ്പ് തൈരും 1 കപ്പ് വെള്ളവും. പിന്നെ കുറച്ചാണെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ച് അതും കൂടി ആഡ് ചെയ്യും. പച്ചമുളക് നമുക്ക് മക്കൾ എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വേണം ഇടാനായിട്ട്. ഞാനൊരു 5-6 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ. ഇതങ്ങ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. തൈരിൻ്റെ കട്ടകളൊന്നും ഭാഗത്ത് ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ റവയും അരിപ്പൊടിയും കടലമാവും മിക്സാക്കി വെച്ചേക്കുന്നത് അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ ആവശ്യം വരും. എനിക്ക് ഒത്തിരി തിക്കാണ് ബാറ്റർ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് നന്നായിട്ട്, അതിന് മുന്നേ നമുക്ക് കട്ടകളൊക്കെ എല്ലാം ഉടച്ച് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. നമ്മൾ ഇപ്പോഴേ വെള്ളം ഒത്തിരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കട്ടകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് നന്നായിട്ട് മിക്സ് ആയെന്ന് തോന്നുമ്പോൾ എന്നാൽ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമുക്ക് അകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മുമ്പ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അത് വരത്തേക്ക് ഞാൻ ഒരു ചട്നിയുടെ റെസിപ്പി കൂടെ കാണിക്കണം കേട്ടോ. ഇതിനോട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല അടിപൊളി ഒരു ചട്നിയാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ്. ഇപ്പം നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തോന്നുന്നുണ്ട് ബാറ്റർ ഒത്തിരി തിക്കാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് അന്നേരം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ എല്ലാം നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി കുറച്ച് നേരത്തേക്ക് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യട്ടെ. ആ നേരം നമുക്ക് ചട്നി റെഡിയാക്കി ആക്കാം. ഒരു 1/4 കപ്പ് ഞാനാണെങ്കിൽ കപ്പലണ്ടി ഞാനാണെങ്കിൽ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഒരു 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾ എത്ര എരിവ് കഴിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പിടി മല്ലിയിലയും അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു അരമുറി നാരങ്ങ നീരാണ് പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് തോന്നുന്നു അരയ്ക്കാൻ പറ്റുന്നില്ല, വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഒരു മീഡിയം തിക്ക് ആയിട്ട് വേണം നമ്മുടെ ചട്നി റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടറുടെ മാവ് നമുക്കിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ എപ്പോഴാണ് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്യാൻ സമയമായല്ലോ. അപ്പോൾ നമുക്കാണെങ്കിൽ വെള്ളമൊക്കെ ഇഡ്ഡലി തട്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ടകത്ത് നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി തിക്കാൻ തോന്നിയപ്പം 1 ടീസ്പൂൺ നമുക്ക് അതിനകത്ത് ഈനോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഈനോ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പാടില്ല. എന്നാണ് നമുക്ക് സ്റ്റീം ചെയ്യണം. ഇതിപ്പോൾ 2 പാത്രമാകും കേട്ടോ. വേറെ ഒരു കടായിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തൊരു സ്റ്റാൻഡും വെച്ചിട്ട് അതും തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ചൂടായിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഏത് പാത്രത്തിൽ നമ്മൾ ഇത് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തടവി നന്നായിട്ട് മിക്സ് വെക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 2 പാത്രമാവും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 2 പാത്രത്തിൽ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പാത്രത്തിന് മുകളിൽ ഞാൻ കുറച്ച് ഇതുപോലെ മുളക് പൊടി ഇട്ട് വെതറി ഇങ്ങനെ എടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റിൻ്റെ സമയം പിടിക്കും. അത്രയും നേരം നമുക്ക് സ്റ്റീമായി കിട്ടും. എന്തെങ്കിലും ടൂത്ത് പിക്കോ പിച്ചാത്തി എന്തെങ്കിലും ഇട്ടെന്ന് നോക്കിയാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇതായിട്ടുണ്ടെന്നാൽ ഇതായി കഴിയുമ്പം നമുക്കിത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ കുറച്ച് അധികം ഇങ്ങനെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കണം തോന്നും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പിന്നീട് കഴിക്കണം തോന്നുവാണെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞ് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. മുകളിൽ ഇങ്ങനെ ഡ്രൈ ആയി നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമ്മുടെ ഖട്ട ഢോക്ല അല്ലെങ്കിൽ ലൈവ് ഢോക്ല നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.